പ്രോത്സാഹിപ്പിക്കാം. പ്ലീസ് ഗിവ് ദം എ ബിഗ് ക്ലാപ്പ്. എന്താ പിടിച്ചിരിക്കുന്നത്? ഒന്ന് കൈയടിക്കൂറൊക്കെ. നമുക്ക് എത്രയും വേഗം അടുത്ത റൗണ്ടിലേക്ക് പോകേണ്ടതുണ്ട്. തെരഞ്ഞെടുക്കപ്പെട്ട വിഷയങ്ങളിൽ സ്വന്തം ചിന്തകൾ, ആശയങ്ങൾ, അഭിലാഷങ്ങൾ, അഭിപ്രായങ്ങൾ, വികാരങ്ങൾ എന്നിവ ഇവിടെ മത്സരാർത്ഥികൾ ചർച്ച ചെയ്യുന്നു. നമുക്ക് പോകാം രണ്ടാം റൗണ്ട്, ഗ്രൂപ്പ് ഡിസ്കഷൻ റൗണ്ട്, സാമൂഹ്യ ചർച്ച. ഭാരത നാരി സങ്കല്പം മനുഷ്യരാശിയുടെ നിലനിൽപ്പിന്റെ എല്ലാ തലങ്ങളിലും സ്ത്രീത്വം ജഗത്സ്വരൂപിയുടെ സർഗസാക്ഷാത്കാരമായാണ് ഭാരത സംസ്കൃതി നിർവചിച്ചിരിക്കുന്നത്. എത്ര നാര്യസ്ത്വ പൂജ്യന്തേ രമന്തേ തത്ര ദേവത. അതുകൊണ്ട് തന്നെ കുലസ്ത്രീ സാമൂഹിക ആചാരങ്ങളിലും ലോകകാര്യങ്ങളിലും ആത്മീയ കുടുംബാന്തരീക്ഷങ്ങളിലും ഒരുപോലെ വിളങ്ങുന്നവളായിരിക്കണം. അതാണ് ഭാരതീയ നാരീ സങ്കല്പം. എത്ര ഉദാത്തവും മനോഹരവുമായ സ്ത്രീ സങ്കല്പം ചർച്ചയായിരിക്കട്ടെ. അതൊക്കെ പണ്ടല്ലേ, ഇപ്പൊ എല്ലാം കൂളല്ലേ, ചില്ലല്ലേ. കാലങ്ങളായി അടിച്ചമർത്തപ്പെടുകയും ചൂഷണം ചെയ്യപ്പെടുകയും ചെയ്യുന്നവരാണ് സ്ത്രീകൾ. ഒരുപാട് അസമത്വങ്ങളും വിവേചനങ്ങളും നേരിട്ടുകൊണ്ടാണ് ഓരോ സ്ത്രീയും മുന്നോട്ട് വന്നിട്ടുള്ളത്. തുല്യത അതൊരു മനുഷ്യാവകാശത്തിന്റെ പ്രശ്നമാണ്, സാമൂഹ്യ നീതിയുടെ പ്രശ്നമാണ്. എല്ലായിടത്തും സ്ഥാപിച്ചെടുക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അവങ്ങൾക്ക് വേണ്ടിയ സ്വാതന്ത്ര്യം, സംരക്ഷണം എല്ലാം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് മണ്ണാ കട്ട എല്ലാം ഉങ്ങൾക്കതാ. ഞങ്ങൾക്ക് ഒന്നുമേ ഇല്ല. ബസ്സിലെ റിസർവേഷൻ, ട്രെയിനിലെ റിസർവേഷൻ, എല്ലായിടത്തും റിസർവേഷൻ. ഞങ്ങൾക്ക് ഒന്നുമേ கிடையாது. ஆனா ஒரு பிரச்சனை வந்தா அதுக்கு ஒரு முடிவு கட்டணும்னா நாங்க ஆம்பளகதா வேணும். അതുകൊണ്ടാണല്ലോ രാഷ്ട്രീയ തീരുമാനങ്ങളെടുക്കുന്ന വേദികളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം കുറവായിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ ആ മേഖലയിൽ ലിംഗസമത്വം നേടാൻ ഇനിയും 140 കൊല്ലം കാത്തിരിക്കേണ്ടി വരുമെന്നാണ് UN റിപ്പോർട്ടുകൾ പോലും പറയുന്നത്. നമ്മുടെ ലോകസഭയിൽ 543 പേര്, 78 പേർ മാത്രമാണ് സ്ത്രീകൾ. 14%. കേരള നിയമസഭയിൽ 140 പേരിൽ 12 പേർ മാത്രമാണ്
പ്രശ്നം ഉണ്ടായാലും, അതിപ്പോ യുദ്ധമാണെങ്കിലും വർഗീയ കലാപമാണെങ്കിലും പ്രകൃതി ദുരന്തമാണെങ്കിലും കൂടെ അതിലൊക്കെ കൂടുതൽ വിരയാവുന്നത് സ്ത്രീകളും ദുർബലരുമാണ്. ആമാ, അത് ശരിയാ. മണിപ്പൂരിലെ പെൺകുട്ടികളുടെ അവസ്ഥ ഞാൻ എന്റെ മൊബൈൽ ഫോണിലൂടെ കണ്ടതാ. റോഡിലൂടെ ഇങ്ങനെ എന്തു ചെയ്യാനാണല്ലേ? മണിപ്പൂരിൽ മാത്രമാണോ? അത്രയോ? കിർഗിസ്ഥാനിലെ ചരിത്രം നമുക്ക് മറക്കാൻ കഴിയോ? ഇതൊക്കെ എങ്ങനെ ന്യായീകരിക്കാനാണ്? എന്നിട്ട് ഭാരത സ്ത്രീ ഔന്നിത്യത്തിലെന്നാണ് പറയുന്നത്. ഒരൗന്നിത്യമില്ല. വാസ്തവം പറഞ്ഞാൽ ഇതെല്ലാം ഒരുതരം അടിച്ചമർത്തൽ, വിവേചനം, അതിക്രമങ്ങളാണ്. ഇതെല്ലാം ഇവിടെ നിലനിർത്തുകയാണ്, തുടർന്ന് പോവുകയാണ്. എന്റെ ബ്രോ, ഇവിടുത്തെ പ്രത്യയശാസ്ത്രങ്ങൾ പലതും അതിന് ഒത്താശ ചെയ്യാണ്. എന്തിനധികം ഭരണകൂടം പോലും. അതേനെ, ലിംഗനീതി, ലിംഗസമത്വം എന്നിവ സമൂഹത്തിനെ കൊണ്ട് ബോധവാന്മാരുടെ പദ്ധതികൾ ഭരണകൂടത്തിന്റെ കടമയാണ്. ഭരണകൂടം മുന്നിൽ നിന്ന് നയിക്കണം, അല്ലെ? ആധുനിക കാലത്തെ ഭരണകൂടം അങ്ങനെയൊക്കെ ആയിരിക്കണം. ഭരണകൂടം കാലത്തിനനുസരിച്ച് വളരണം. ഭരണകൂടമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണം. ക്ഷമിക്കണം, സമയത്തിന്റെ കാര്യമാണ്. ചർച്ചയ്ക്കുള്ള സമയം അവസാനിച്ചു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നമ്മുടെ ചർച്ച ഇനി പൂർത്തിയാകില്ല. നമ്മൾ എല്ലാവരും തന്നെ ഒരു നിഗമനത്തിൽ എത്തിയിട്ടില്ലല്ലോ. കുറച്ചും കൂടി സമയം അനുവദിച്ചൂടെ? ക്ഷമിക്കണം, ഞാൻ മുന്നേ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇത് കളി നിയമമാണ്. കൂടുതൽ സമയം അനുവദിച്ചു തരുവാൻ യാതൊരു നിർവാഹവുമില്ല. നിങ്ങൾ സഹകരിക്കണം. പ്രിയമുള്ളവരെ, നമുക്ക് ഉടൻ തന്നെ അടുത്ത വിഷയത്തിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് ഒരു ചെറിയ ഇടവേള. A short break.